എൻ്റെ ഒരു സൺസ്ക്രീൻ്റെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റാണ്, സ്ഥിരമായി സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് ആളുടെ ടാൻ മാറി പക്ഷേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നു എന്ന്. അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവുമോ, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള കാരണം സൺസ്ക്രീൻ ആണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് പലർക്കും അറിയാം സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന്. എന്നാൽ വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ ഇത് സൺലൈറ്റിലെ UVB റേസ് ആണ് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ UVB റേസ് ഏത് സമയത്താണ് പതിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് UVB റേസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ടൈമിലുള്ള വെയിൽ നമ്മളൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നിന്ന് കൊണ്ടാൽ മാത്രമാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി ഉണ്ടാക്കുകയുള്ളൂ. അതും ഈ 15 മുതൽ 20 മിനിറ്റ് വരെ എന്നുള്ളത് ടൈപ്പ് 1, 2, 3 അതായത് മെലാനിൻ കുറവുള്ള ആളുകൾ നടത്തിയ സ്റ്റഡിയിലാണ്. എന്നാൽ നമ്മൾ ടൈപ്പ് 4 അതായത് മെലാനിൻ ആവശ്യത്തിൽ കൂടുതലുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് എന്നുള്ളത് ഒരു 45 to 60 മിനിറ്റ്സ് അതായത് 1 മണിക്കൂറോളം ഏകദേശം കൊണ്ടാലാണ് ബോഡിക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡി കിട്ടുള്ളൂ. അപ്പോൾ ഈ നട്ടുച്ച സമയത്ത് വെയിൽ കൊണ്ടുകഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത്തേത് സൺബേൺ അതായത് സൂര്യാഘാതം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത് സ്ഥിരമായി ഇങ്ങനെ കൊള്ളുമ്പോൾ അത് ഫോട്ടോ ഏജിങ് അതായത് ഒരു 60-70 വയസ്സിൽ നമ്മുടെ സ്കിന്ന് ചുളിയുന്നതിന് പകരം 40-50 വയസ്സിനുള്ളിൽ തന്നെ ഈ ഫോട്ടോ ഏജിങ് കാണും. മൂന്നാമത്തത് വളരെ അപൂർവമാണെങ്കിലും സ്കിൻ ക്യാൻസർ നമ്മുടെ സ്കിന്നിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി വൈറ്റമിൻ ഡി ഈ സൺലൈറ്റിൽ നിന്ന് മാത്രമാണ് ഉണ്ടാവുന്നത്? അല്ല, ഫുഡ് സോഴ്സ് ഉണ്ട്. അതിൽ ഫാറ്റി ഫിഷസ് ആയ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അയല, മത്തി, ഇതിൽ ഇഷ്ടംപോലെ വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പോൾ ഇതൊരു 100 ഗ്രാം കഴിച്ചാൽ തന്നെ നമുക്കൊരു ദിവസം ആവശ്യമുള്ള വൈറ്റമിൻ ഡി കിട്ടുന്നതാണ്. ഇത് മാത്രമല്ല, ചില ഫുഡ്സുകളിലും വൈറ്റമിൻ ഡി ഫോർട്ടിഫൈ ചെയ്തും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കഴിക്കാം. ഇനി നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം വൈറ്റമിൻ ഡിൻ്റെ ക്യാപ്സൂൾസ് നിങ്ങൾക്ക് എടുത്താൽ തന്നെ ഇത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി സൺസ്ക്രീൻ ആണോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാൾ, അതായത് ഫേസും നെക്കും കൈയും കാലും എല്ലാം സ്ഥിരമായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ഒരാൾ, അതായത് പ്രോപ്പർ എമൗണ്ടിലും പ്രോപ്പറായിട്ട് റീഅപ്ലൈ ചെയ്യുന്ന ഒരാളിൽ ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായേക്കാം. ഇനി ഇന്ത്യൻസിനെ നമ്മളൊരു 100 പേരെ എടുത്ത് നോക്കിയാൽ തന്നെ അതിൽ 70-ൽ കൂടുതൽ ആളുകൾക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നോർമലി കാണും. അതിന് കാരണം നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ കൂടുതലും ഇൻഡോർ വർക്ക്സ് ആണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, അതുപോലെ നമ്മൾ ഫുഡ്സ് വൈറ്റമിൻ ഡി റിച്ച് ഫുഡ്സ് കഴിക്കാത്ത. അപ്പോൾ ഇതുകൊണ്ടെല്ലാം നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. അപ്പോൾ ഇനി സൺസ്ക്രീൻ യൂസ് ചെയ്ത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവുമെന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ റീലൊന്ന് ഷെയർ ചെയ്തോളൂ.